രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം വന്നാൽ മാത്രമേ ഒരു അന്തിമ ധാരണയിലെത്താൻ കഴിയൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സാജു കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. വയനാട്ടിലെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതെങ്കിലും തരത്തിലൊരു സ്ഥാനാർത്ഥി മാറി വരികയാണെങ്കിലും എളുപ്പത്തിൽ പിടിച്ചെടുക്കാവുന്ന ഒരു സീറ്റാണ് വയനാട്ടിലേത് എന്നുള്ള സംബന്ധിച്ചൊരു ധാരണ നിൽക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് ആ മണ്ഡലത്തിനെ സ്വാധീനിക്കുക? അപർണ, ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന വിവരം. 2 മണിക്ക് വടകരയിൽ വെച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണും. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയാം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച തിരക്കിട്ട നീക്കങ്ങൾ KPCC നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത്. കാരണം ഇന്ന് വയനാട്ടിലെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. 7ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക AICC നേതൃത്വം പുറത്തുവിട്ടിട്ട് വടകരയും വയനാടും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ല. അതേസമയം സ്ഥാനാർത്ഥികളോട് പര്യടനം തുടരാനും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നു. എന്നാൽ കൺവെൻഷനുകളിൽ നിന്ന് മുതിർന്ന നേതാക്കൾ പിന്മാറുകയും ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം പടരുകയും ചെയ്ത സാഹചര്യത്തിൽ നേതാക്കൾക്കിടയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുന്നു. അതിനിടയിൽ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും ചില വിവരങ്ങൾ രാഹുൽ ഗാന്ധി വയനാടിനെ പരിഗണിക്കുന്നു എന്നതുകൂടി ലഭിച്ചു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് KPCC അങ്ങോട്ട് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിലെ ഉന്നത നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യം ആദ്യമായി മാധ്യമങ്ങളോട് പറയുന്നത്. ഒരു അനുകൂലമായ മറുപടി ലഭിക്കും എന്നാണ് ഇപ്പോൾ KPCC നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയാണ് എത്തുന്നതെങ്കിൽ പിന്മാറാം എന്നതടക്കമുള്ള കാര്യങ്ങൾ T സിദ്ദീഖ് പറയുന്നു. ഒപ്പം രമേശ് ചെന്നിത്തലയും കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. ഈ തീരുമാനത്തിലൂടെ KPCCക്കും 2 കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ദക്ഷിണേന്ത്യയിൽ ആകെ അതിൻ്റെ ഒരു തരംഗമുണ്ടാകും എന്നുള്ളത്. ഒപ്പം തന്നെ ഇനി രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ വയനാടിൻ്റെ കാര്യത്തിലുള്ള പ്രഖ്യാപനവും വേഗത്തിൽ ഉണ്ടാകും. ഇത്തരത്തിൽ 2 കാര്യങ്ങൾ ഇതിലൂടെ ഈ ആവശ്യത്തിലൂടെ നടക്കും എന്നതായിരുന്നു ഇത് മുന്നോട്ട് വെച്ചപ്പോഴുമുള്ള ധാരണ. ഒപ്പം 7ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക AICC പുറത്തിറക്കിയിട്ടും എന്തുകൊണ്ട് വയനാടും വടകരയും വന്നില്ല എന്ന ചോദ്യത്തിനുള്ള ചില സൂചനകൾ ലഭിച്ചതുകൂടി ഇത്തരത്തിൽ ഒരു നീക്കം KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിലേക്ക് നയിച്ചു. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലേക്ക് ഇനി സ്ഥാനാർത്ഥി മാറി വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറപ്പുള്ള സുരക്ഷിത മണ്ഡലം എന്ന് വയനാടിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഇതുവരെയുള്ള കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ, വോട്ടിംഗ് നില എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉറപ്പുള്ള ഒരു മണ്ഡലം വയനാടിൽ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള AICC അധ്യക്ഷന് മത്സരിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും ഉറപ്പുള്ള സീറ്റാണ് വയനാട്. ആ ഉറപ്പുള്ള സീറ്റ് വയനാട് ആയിരുന്നതുകൊണ്ടാണ് AI ഗ്രൂപ്പുകൾ ഏറ്റവും അവസാന നിമിഷം വരെയും ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ചർച്ചകൾ നടക്കുമ്പോൾ ആ സീറ്റിനായി കടുംപിടുത്തം പിടിക്കുകയും ഉമ്മൻചാണ്ടി തൻ്റെ വിശ്വസ്തനായ T സിദ്ദീഖിന് വേണ്ടി ഏറ്റവും അങ്ങേയറ്റത്തെ നിലപാട് വരെയും എടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി മാറി വന്നാൽ പോലും ഒന്നും സംഭവിക്കാതെ കോൺഗ്രസിന്